ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ തന്നെ മെയിൻ എക്സാമിനേഷൻസ് ഇനി വരാൻ പോകുന്നെന്ന് പലതവണയായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാന ഉദാഹരണമായിട്ട് തന്നെ നമ്മുടെ IBPS ബാങ്കിങ് പേഴ്സണലിൻ്റെ എക്സാമിനേഷൻ നടത്തുന്ന ഒരു ബോർഡാണ് IBPS എന്ന് പറയുന്നത്. അപ്പോൾ IBPSൻ്റെ നോട്ടിഫിക്കേഷൻ കലണ്ടർ റിലീസാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം SBA കഴിഞ്ഞ് അടുത്ത് വരുന്ന മെയിൻ ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത് IBPSൻ്റെ കീഴിൽ വരുന്ന കുറച്ച് എക്സാംസുകളാണ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ഒരു ജോലിയാണ്, നമ്മൾ പലതവണയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ബാങ്കിൻ്റെ ഒരുപാട് എക്സാംസുകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബാങ്കിങ് എക്സാംസുകൾക്ക് വേണ്ടിയും കൂടെ നിങ്ങൾ 2025 എന്നൊരു വർഷം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലതവണയായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ടെൻറ്റേറ്റീവ് കലണ്ടർ ഓഫ് ഓൺലൈൻ CRP കോമൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഫോർ RRBs ആൻഡ് PSB ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. IBPS എന്ന് പറയുന്ന ബാങ്കിങ് പേഴ്സണൽ കണ്ടക്ട് ചെയ്യുന്ന റീജിയണൽ റൂറൽ ബാങ്കിലേക്കുള്ള എൻട്രിയും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക് PSBയിലേക്കുള്ള എൻട്രിയെ കുറിച്ചിട്ടാണ് ഈ ഒരു കലണ്ടറിൽ പറയുന്നത്. അതിൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിനേഷനും മെയിൻസ് എപ്പോഴാണ് നടക്കുന്നതെന്നുള്ള ഡേറ്റിംഗ് ആണ് അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 2025-26 കലണ്ടറാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫീസർ സ്കെയിൽ 1 വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചത് 2-3 പോസ്റ്റുകളുണ്ട്. RRB റീജിയണൽ റൂറൽ ബാങ്കിന്റെ കീഴിൽ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റും വിളിക്കുന്നുണ്ട്. ഓഫീസർ സ്കെയിൽ 1, 2, 3 എന്ന് പറയുന്ന പോസ്റ്റും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് സമയത്തിലേക്കാണ് ഏത് വെച്ചിരിക്കുന്നത്, പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിംസ് കൊണ്ട് മെയിൻസ് കൊണ്ട് ഇന്റർവ്യൂ ഉണ്ട്, ഇങ്ങനെയാണ് എക്സാമിനേഷൻ പാറ്റേൺ പോകുന്നത്. അപ്പോൾ അതിന്റെ പ്രിലിംസ് ഏറ്റവും ടയർ 1 എന്ന് പറയുന്ന എക്സാം നടക്കാൻ പോകുന്നത് നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് സമയത്താണെന്നുള്ള ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ കുറച്ചും കൂടെ ബാങ്കിന് വേണ്ടി ഒരു ഫോക്കസും കൂടെ കൊടുക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ SSCയോ RRBയോ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സൈഡിലൂടെ നിങ്ങൾക്ക് ബാങ്ക് നോക്കാനുള്ള ഒരു സമയമാണ്. നമുക്ക് 6 മാസത്തിൽ കൂടുതൽ ടൈം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രിലിംസ് എൻട്രി, നിങ്ങൾക്ക് ബാങ്കിൽ ഒരു ജോലി നേടണം, നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു ജോലിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിലിംസിൻ്റെ ഓഫീസർ സ്കെയിൽ 1 പോസ്റ്റിൻ്റെ പ്രിലിംസ് ആണ് പറഞ്ഞിരിക്കുന്നത് 27/7/2025, 2/8/2025, 3/8/2025 എന്ന് പറഞ്ഞൊരു സമയത്തിലേക്കായിരിക്കും അത് നടക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൻ്റെ സിംഗിൾ മെയിൻസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ നടക്കുന്നത് 13/9/2025 മെയിൻസ് നടക്കുന്നത് 9-ാം മാസം, അടുത്തടുത്താണ്. ബാങ്കിങ് എക്സാംസിന്റെ പ്രത്യേകത തന്നെ അതാണ്. നടത്തുന്ന പ്രോസസ്സൊക്കെ അവർ കൃത്യമായിട്ട് കറക്റ്റ് ഓർഡറിൽ തന്നെ നടത്തി പോകും. ഓഗസ്റ്റിൽ അവർ അഥവാ നിങ്ങൾ എന്ത് വിളിക്കുകയാണ് പ്രിലിംസ് വിളിക്കുന്നതെങ്കിൽ മെയിൻസ് അടുത്ത മാസം തന്നെ കാണും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുക. ഓഫീസർ സ്കെയിൽ 2 and 3 എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ല, ടയർ 1 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിംഗിൾ എക്സാമിനേഷൻ ആണ് ഏതിന് നടക്കുന്നത്, ഓഫീസർ സ്കെയിൽ 2 and 3 നടക്കുന്നത് ഒറ്റ എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ എക്സാമിനേഷന്റെ സിംഗിൾ എക്സാമിനേഷൻ വരുന്നത് 13/9/2025 എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സിംഗിൾ എക്സാമിനേഷൻ വരുന്നത് 9 സെപ്റ്റംബർ മാസത്തെ. ഈ ഡേറ്റ് തന്നെ പക്ക വരണമെന്നൊന്നുമില്ല, പക്ഷെ ടെൻറ്റേറ്റീവ് ആണ്. ഇത് മേ ബി ഇതിൽ തന്നെ നടക്കാം, അല്ലെങ്കിൽ ആ ഒരു മാസത്തിൽ നടക്കാം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകൾ. ഇത് ഓഫീസർ സ്കെയിൽ 1, 2 and 3 കാര്യമാണ് പറഞ്ഞത്. 1-ന് എന്തുണ്ട്, പ്രിലിംസും മെയിൻസും ഉണ്ട്. സ്കെയിൽ 2-നും 3-ക്കും ഒരൊറ്റ എക്സാമിനേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇന്റർവ്യൂ ആണ്. ഇനി അടുത്ത ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്. അത് എത്രയാണ്, നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ 30 ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ്. 30/8/2025 6/9/7/2025 നടത്തുന്നത്. അതിൻ്റെ മെയിൻസ് വരുന്നത് എപ്പോഴാണ്, നവംബർ മാസത്തിലേക്കാണ് അതിൻ്റെ മെയിൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ കാര്യവും ഓഫീസർ സ്കെയിലിന്റെ കാര്യമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ആദ്യം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ നടത്തുന്ന IBPS നടത്തുന്ന ഫസ്റ്റ് എക്സാം എന്തിനു വേണ്ടിയാണ്, റീജിയണൽ റൂറൽ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എക്സാം നടത്തുന്നത്. ഇനി അത് കഴിഞ്ഞ് അവർ എന്തിനും കണ്ടക്ട് ചെയ്യാറുണ്ട്, PSBക്കും നടത്താറുണ്ട്. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ബാങ്കുകൾ, നമ്മുടെ ഈ പറയുന്ന പോലെ പബ്ലിക് ബാങ്കുകളുണ്ട്. നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്. അപ്പോൾ ആ ബാങ്കുകളിലേക്കുള്ള എൻട്രി ആണ് എന്ത് പറയുന്നത്, ഈ PO അതിലുള്ള പോസ്റ്റുകളാണ് പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറഞ്ഞാൽ PO അല്ലെങ്കിൽ MT പോസ്റ്റ് എന്ന് പറയുന്നത്. അത് നടത്തുന്നത് അവരെന്താണ്, പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ മാസങ്ങളിലാണ്. ഇപ്പം 4/10-നും 5/10, 11/10 എന്ന് പറയുന്ന ടൈമിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനാണെങ്കിൽ നവംബർ 22, നവംബർ 23 എന്ന് പറഞ്ഞൊരു സമയത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്ന CSA പോസ്റ്റ്, അങ്ങനെ
നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കിൽ 3 പോസ്റ്റുകളാണ് അവർ വിളിച്ചിട്ടുള്ളത്. ഒന്ന് PO അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്നത്, രണ്ടാമത്തത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതും, അത് കഴിഞ്ഞ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഇതിനെല്ലാത്തിനും എന്തുണ്ട്, പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട്. അതിന്റെ ഡേറ്റ്സും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാം വരുന്നത് ജൂലൈക്ക് ശേഷമാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിന്റെ സമയം കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്റർവെല്ലിനാണ് എന്ത് വരുന്നത്, ബാക്കിയുള്ള എക്സാംസ് എല്ലാം അവർ IBPS സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനു വേണ്ടിയായിട്ട് ഒരു പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇത്രയും മുന്നേ തന്നെ കലണ്ടർ റിലീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഠിക്കാനുള്ള ഒരു ടൈമും സാവകാശമാണ് അവർ തരുന്നത്. അത് ശ്രദ്ധിക്കുക, നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിൻ്റെ മെയിൻസ് വരുന്നത്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റിൻ്റെ മെയിൻസ് വരുന്നത് അടുത്ത വർഷമാണ്, 2026 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ആവശ്യത്തിലധികം ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും സ്കാൻഡ് കോപ്പിയും ഒക്കെ കൊടുക്കാനുണ്ട്. അതെല്ലാം പിന്നത്തെ കാര്യമാണ്. നമുക്കിപ്പോൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന വെബ്സൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. www.ibps.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് വരുന്നത്. ഇപ്പോഴേ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ ടൈം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അതിൽ വരെയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രോസസ്സാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി അറിയാൻ വേണ്ടി, കാരണം ഇപ്പോൾ ഒരു പുതിയൊരാളാണ് ഇതിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കലണ്ടറും പബ്ലിഷ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 6 മാസത്തിൻ്റെ ടൈമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ്, ബാങ്കിങ് സെക്ടറിൽ കിട്ടുന്ന ഒരു ചാൻസ് ആണ് IBPS. നല്ല സാലറിയോടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിന് ബാങ്കിനും കൂടെ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ അത്രയും കാര്യമാണ് നമ്മളിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്